പ്രദേശമാണ് ഞങ്ങളെ തൂത വിട്ടിക്കാട് മേഖല. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ താമസിക്കുന്നത്, ഞാനടക്കമുള്ളത്. നല്ല സമാധാനപരവും സ്വൈര്യ ജീവിതം നയിച്ചു വന്നിരുന്ന ഞങ്ങളുടെ അവിടേക്ക് ഒരു ഇൻഫ്രാ ഗ്രാനൈറ്റ് എന്ന സ്ഥാപനം തൊട്ടു മുമ്പ് വരികയുണ്ടായി. ഈ ഇൻഫ്രാ ഗ്രാനൈറ്റിന്റെ വരവോടുകൂടി ഞങ്ങളുടെ നാട്ടിലെ സ്വൈര്യ ജീവിതം അപ്പാടെ നഷ്ടപ്പെട്ടു. നല്ല റോഡുകളില്ല, അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും പാറപ്പൊടി ഇറങ്ങിയ വെള്ളം, അതുപോലെ തന്നെ കുട്ടികളായിക്കോട്ടെ വൃദ്ധരായിക്കോട്ടെ അവർക്കെല്ലാം നിരന്തരമായ അസുഖങ്ങൾ ഉണ്ടാവുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന നിമിഷമാണ് ഞാൻ അടങ്ങുന്ന ആ പ്രദേശവാസികൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് വേറൊരു ഭീമൻ കോറി ആ പ്രദേശത്ത് വരികയാണ്. കേവലം ഒരു തരം മാറ്റുന്ന അജണ്ടയ്ക്കപ്പുറം ആ പ്രദേശത്തെ ഒരു വലിയൊരു കോറി വരുന്നതാണ് ഇതിന് മനസ്സിലാക്കുന്നത്. ഇനി ആ പ്രദേശത്തിന് ഒരു കോറി ഇറങ്ങാൻ ഉള്ള ശേഷിയില്ല, ആ പ്രദേശവാസികൾക്ക് ഇങ്ങനൊരു സംഭവം നേരിടാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഈ കോറി മാഫിയയ്ക്ക് ഞങ്ങളെ വീട്ടിക്കാടിനെ വിട്ടുകൊടുക്കരുത് എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ അജണ്ട പരിഗണിക്കേണ്ടതില്ല എന്നാണ് അവിടുത്തെ ഒരു ജനപ്രതിനിധി എനിക്ക് പറയാനുള്ളത്. വളരെയധികം ദുരിതത്തിലാണ് അവർ കഴിയുന്നത്. നിലവിലെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഈ പറയപ്പെട്ട ഭൂമി ഡ്രൈ അഗ്രികൾച്ചർ സോണിൽ നിന്നും നിലനിർത്തിക്കൊണ്ട് പ്രദേശവാസികളുടെ ആശങ്ക അവസാനിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മാസ്റ്റർ പ്ലാനിംഗ് ഭേദഗതിക്ക് ആക്ഷേപങ്ങൾക്കുമുള്ള അറിയിപ്പ് പത്രത്തിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ നഗരസഭ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ അപേക്ഷ എങ്ങനെയാണ് ഇപ്പോൾ ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യമായിട്ട് അഭ്യർത്ഥന വെക്കാനുള്ളത്, ഒരു കാരണവശാലും വീട്ടിക്കാട് പ്രദേശത്ത് ഇനിയും ഒരു കോറിക്ക് അനുമതി കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ് ആ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. നിലവിലുള്ള സാഹചര്യം തന്നെ കഴിഞ്ഞ 10-12 വർഷക്കാലം കൊണ്ട് വീട്ടിക്കാട് പ്രദേശത്താകെ വലിയ കോറികൾ, ചെറുകിട സംരംഭങ്ങളല്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ് നിലവിൽ പ്രവർത്തിക്കുന്ന കോറികളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രദേശമാകെ വളരെ പ്രയാസം പല കാരണങ്ങൾ കൊണ്ട് നേരിടുകയാണ്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു ആ വിഷയം. ഇപ്പോ ഈ അജണ്ടയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും അവിടെ ക്രഷർ അല്ലെങ്കിൽ കോറി തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി, വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അതിൽ നടത്തുകയും തുടർന്ന് ഇത് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിൽ ഡ്രൈ അഗ്രികൾച്ചറൽ സോണിൽ ഉൾപ്പെട്ടതായി അറിയുന്നത് കൊണ്ട് അവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു അജണ്ട കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വന്നതാണ്. അപ്പൊ അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അപേക്ഷയും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് വീണ്ടും ഈ അന്നത്തെ അജണ്ട നമ്മൾ മാറ്റിവെക്കുകയും വീണ്ടും ഈ അജണ്ട ഇന്നത്തെ യോഗത്തിൽ വരികയും ചെയ്തത്. ഞാൻ അന്ന് സൂചിപ്പിച്ചതാണ്, വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഇൻഫ്രാ ഗ്രാനൈറ്റ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്ന അതിന്റെ സമീപത്തുള്ള താല്പര്യമുള്ള ചില വ്യക്തികളുടെ സ്ഥലം ഇൻഡസ്ട്രിയൽ സോണിലും, എന്തൊക്കെയോ ചില താല്പര്യങ്ങൾ ഇല്ലാത്ത ചില വ്യക്തികളുടെ സ്ഥലം ഈ ഡ്രൈ അഗ്രികൾച്ചറൽ സോണിലേക്ക് മാറ്റിയിടുന്ന തരത്തിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാള് ഈ ശ്രീനിവാസനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ സ്ഥലമുള്ള ആളുകൾ ആരാണെങ്കിലും അവര് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ്, കോറി എന്നുള്ള നിലയ്ക്കല്ല, മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം വാങ്ങിച്ചിടുകയും അതിനെ അവർക്ക് ഒരു അറിയിപ്പും കൊടുക്കാതെ, അവർക്ക് ഒരു നോട്ടീസും ഒരു കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ അത് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിൽ ആ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഇത്തരത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ സോണിൽ നിന്ന് മാറ്റി, അതായത് പുരയിടം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് കിടക്കുന്നതെന്നാണ് അവരുടെ അപേക്ഷയിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് മാറ്റി ഡ്രൈ അഗ്രികൾച്ചറൽ സോണിൽ ആയി മാറിയതിന് അത് ഞാൻ പറയുന്നത് രണ്ട് നീതി അവിടെ ഉണ്ടായത് കൊണ്ടാണ്. രണ്ട് തരത്തിലാണ് അവിടെ പ്രവർത്തനം ഉണ്ടായത്. ഇൻഫ്രാ ഗ്രാനൈറ്റിന് ഒരു സൗകര്യവും തൊട്ടടുത്ത അതേ സർവേ നമ്പറിലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് മറ്റു സൗകര്യവും ഉണ്ടാവുന്ന, മറ്റു സ്ഥലങ്ങൾക്ക് മറ്റൊരു ഏർപ്പാട് ഉണ്ടാവുന്ന തരത്തിലേക്ക് ഈ മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കപ്പെട്ടതിൽ വളരെ ദുരൂഹതയുണ്ട്. അന്ന് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ പ്രവൃത്തി ദുരൂഹമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കോറിക്കുള്ള സാഹചര്യമാണ് അത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തീരുമാനത്തെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായത് അവിടെ കോറി വരാതിരിക്കാനുള്ള ഒരു ഗുണകരമായി എന്നുള്ളത് അനുകൂലമായിട്ട് ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇക്കാര്യത്തിൽ ഈ തരത്തിൽ നമ്മുടെയൊക്കെ ഈ നഗരസഭയിലെ ജനങ്ങളുടെയൊക്കെ അവരുടെയൊക്കെ സ്വത്ത് മുതല് ഇല്ലെങ്കിൽ എന്താ സ്ഥലങ്ങളൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിൽ അവരിപ്പോ ഒരുപാട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പരസ്യം ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത സ്ഥലമുടമകൾ ഉണ്ടായിരിക്കും. ഇതൊന്നും ഇതുവരെയും അറിയാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക്
ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഇങ്ങനെ സോണ് മാറ്റിക്കൊണ്ട് ഇത്തരത്തിലൊരു കുരുക്കിലേക്ക് പോകുമ്പോൾ ആ വ്യക്തികൾക്ക് ഒരു നോട്ടീസ് കൊടുക്കാനുള്ള മര്യാദ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ്. അവരുടെ ആക്ഷേപം ആ സമയത്ത് കേൾക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കേണ്ടതാണെങ്കിൽ മാത്രം പരിഗണിക്കേണ്ടതുമാണ്. ആ രീതിയിൽ പോവാത്തത് ഇതിന്റെ പിന്നിലുള്ള ചില താല്പര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും ഇൻഡസ്ട്രിയൽ സോണിലേക്ക് ഈ സ്ഥലം ഉൾപ്പെടെ അവിടെ പ്രദേശത്ത് ഡ്രൈ അഗ്രികൾച്ചറൽ സോണിൽ കിടക്കുന്ന സ്ഥലങ്ങൾ മാറ്റണം എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ അതിലെ ഇരട്ട നീതി മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇൻഫ്രാ ഗ്രാനൈറ്റിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന തരത്തിലുണ്ടായതിന് ഞാൻ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കൃത്യമായിട്ടും അവിടെ ഒരു കോറി ഇനിയും കോറിക്കുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. ഒരു കാരണവശാലും വീട്ടിക്കാട് ഇനിയും ഒരു കോറി താങ്ങാനുള്ള ശേഷി ആ പ്രദേശത്തിന് ഇല്ല എന്ന് സൂചിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പന്നിയെക്കുറിച്ച് തൊട്ട തോതെത്തുന്നവരെ കൂടിയ ഒരു പ്രദേശം നഗരസഭയുടെ ഒരു ഭാഗം മുഴുവൻ പിന്നെ ഇനി കോറിക്കായിട്ടാണ് പതിച്ചു കൊടുക്കുക. കോറി സോണാക്കി മാറ്റിയായിരിക്കും പിന്നെ ഇതിലേറെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അജണ്ട വന്നപ്പോൾ അത് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത് സമഗ്രമായി ഇതിനൊന്ന് പഠിക്കാനാണ്. എന്തുകൊണ്ടാണ് അവിടെ നിലവിലുള്ള കോറിയൊക്കെ പ്രവർത്തനം തുടരാനും സമീപ പ്രദേശങ്ങളിൽ ഒന്നും തുടങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതിനെ മാറ്റിയതും അത് മാസ്റ്റർ പ്ലാൻ ഉദ്യോഗസ്ഥന്മാരെടുത്ത് പിന്നെ വന്നിട്ടുള്ള വല്ല കുഴപ്പവുമാണോ അതോ സത്യസന്ധമായി ചെയ്തതാണോ അതോ വേറെ ആരെങ്കിലും അതിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സർവേ നമ്പർ ഇതൊന്നും ശരിയല്ല. ആരെ സർവേ നമ്പറും ശരിയല്ല. ഇൻഫ്രാഗ്രാനൈറ്റിൽ തരുന്ന സർവേ നമ്പറും ഇവര് വെച്ചിട്ടുള്ള സർവേ നമ്പറും ഒന്നും യഥാർത്ഥ സർവേ നമ്പറുകളല്ല. മനസ്സിലായോ? അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അല്ല. ഈ അത്രയും വലിയൊരു പിന്നെ പ്രദേശം അവിടെ മുമ്പ് കോറി പ്രവർത്തിച്ചിരുന്നു എന്നാണ് പിന്നെ അവര് പറയുന്ന ഒരു വാദം. നിലവിൽ അവിടെ ഒന്നും ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല, റബ്ബറും തോട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഈ പൊല്യൂഷൻ പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ട് 3-ാം തീയതി. അത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പിന്നെ അപ്പൊ കോരിക്കുള്ള അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണല്ലോ വിചാരിക്കാൻ. അതുമായി ബന്ധപ്പെട്ട് വല്ല തർക്കങ്ങളോ പരാതികളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഒരു അവസരം നൽകുകയാണ്. അപ്പൊ പിന്നെ എന്റെ സഹ കൗൺസിലർ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ വീട്ടിക്കാട് പ്രദേശത്ത് വലിയ തോതിലുള്ള പ്രയാസം നിലവിലുള്ള കോറികളെ കൊണ്ടുണ്ട്. ഇനി ഇതൊക്കെയാണെങ്കിൽ അവിടെ അനധികൃത കോറി ഉണ്ട്. നിയമപരമായി സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും അംഗീകരിച്ച് നടത്തുന്ന അതിനെയൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. നമ്മൾ സർക്കാരിന് താഴെയാണല്ലോ, നമ്മൾ കോടതിക്ക് താഴെയാണ്. അപ്പോ കോടതിയുടെ അംഗീകാരത്തോടെ സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവരെ തള്ളാൻ പറ്റില്ല. പക്ഷേ അവിടെ അടുത്ത കാലത്തൊരു പിന്നെ വെട്ടുകല്ല് കോരി തുടങ്ങിയിരുന്നു. ചെയർപേഴ്സന്റെ അടുത്താണ് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെട്ടുകല്ല് കോരി അതിപ്പോ പിന്നെ വലിയ ആക്ഷേപമായപ്പോ അത് നിന്നു. ഒരു ലൈസൻസും ഒരു കടലാസും ഇല്ലാതെയാണ് അതവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പൊ രണ്ടാമത് പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നും സംശയം ഇല്ലാതില്ല. അപ്പൊ അങ്ങനെ ആ പ്രദേശം മുഴുവൻ ഇങ്ങനെ ഒരു കോറി സോൺ ആക്കി മാറ്റുമ്പോ ആ പ്രദേശത്ത് താമസിക്കുന്ന അധിവസിക്കുന്ന പിന്നെ കുറെ ആളുകളുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന പ്രയാസത്തിനോടൊപ്പം നമുക്ക് നിൽക്കാതിരിക്കാൻ പറ്റില്ല. നാട്ടില് കോറി ഉണ്ടാവും, നാട്ടില് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സോൺ, പിന്നെ കൊമേഴ്സ്യൽ സോൺ, പിന്നെ ഹൗസിംഗ് സോൺ എന്നൊന്നും പറഞ്ഞ് മാറ്റേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ വെക്കുമ്പോ. അപ്പൊ നഗരസഭക്ക് പിന്നെ നഗരത്തിലെ ഭൂമി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വലിയ അധികാരമുണ്ട്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ വികാരങ്ങൾ മനസ്സിലാക്കി കൊണ്ട് വേണം നമുക്ക് അതിന് മുൻകൈ എടുക്കാൻ. അതിനപ്പുറത്ത് കോടതിയോ സർക്കാരോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിർവാഹമൊന്നുമില്ല. അതുകൊണ്ട് ഇത് വിശദമായ പരിശോധനക്ക് സത്യസന്ധമായ അന്വേഷണത്തിന് വീണ്ടും ഇത് മാറ്റി വെക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിയമപരമായ എല്ലാ വശങ്ങളും പഠിച്ച് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു പ്രദേശത്തിന്റെ ആകെ മേപ്പെടുത്താൽ ഒരു സ്ഥലം മാത്രം അങ്ങനെ നിൽക്കുകയും ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ ആക്കി പോവുകയും ഇപ്പോ അവിടെയൊക്കെ പിന്നെ ഇതിനൊക്കെ കൊടുക്കുന്നതിനെതിരെ ചില ആളുകൾ അവിടെ വലിയ തോതിലുള്ള മുറവിളി കൂട്ടുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഇതിന്റെ ഉള്ളിൽ ഒരു കാണാച്ചരടുകളുണ്ടോ
എന്നുകൂടെ ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ കൂടെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സമാധാനപരമായ സ്വൈര ജീവിതമാണ് ഏറ്റവും പ്രധാനം. ആ സ്വൈര ജീവിതത്തിന് അനുസൃതമായ നിലപാട് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിൽക്കേണ്ടത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. എന്തെന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും എന്തെന്നെ മാറ്റിമറിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ ഭൂമി തരം മാറ്റി അത് ഇൻഡസ്ട്രിയൽ സോണിലേക്ക് മാറ്റുന്നത് കൂടി അവിടെ കോറി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അവിടെ കോറി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യത്തിലും ഒരു സംശയമല്ല. അതിലൂടെ യാത്ര ചെയ്യുന്ന പോകുന്ന വാഹനങ്ങൾ, വിദ്യാർത്ഥികൾ, മറ്റു ജനങ്ങൾ അവർ നിലവിൽ തന്നെ ഒരുപാട് പ്രയാസത്തിലാണ്. ഇത്തരത്തിലുള്ള കോറിയോ ക്രഷറോ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രയാസം ഇരട്ടിയാവും എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഒരു സാഹചര്യത്തിലും നമ്മുടെ ഭാഗത്ത് നമ്മൾ ഈ നഗരസഭയുടെ ഭാഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലക്ക് സാധാരണ ജനങ്ങളെ കൂടെ നിൽക്കണം എന്നുള്ളത് കൊണ്ടും ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് നമ്മൾ നിന്ന് കൊടുക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. ഈ വ്യക്തിക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഈ വ്യക്തിക്ക് മറ്റു തടസ്സങ്ങളുണ്ടെങ്കിൽ അവർക്ക് കോടതിയെയോ മറ്റു ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് അതിന് അനുവാദം വാങ്ങി മാറ്റം വരുത്താൻ അവർക്ക് ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ ഇതിന്റെ തരം മാറ്റരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചെർപ്പശ്ശേരിയിലാകെ നമ്മൾ എന്നും നിലകൊള്ളേണ്ടത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാടിനകത്തുള്ള ജനങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന വിഷയം നമുക്കറിയാം. അവിടുത്തെ വിജയിച്ചു വന്ന അവിടുത്തെ കൗൺസിലർമാരുൾപ്പെടെ ആ നാടിൻ്റെ വേദന വളരെ രീതിയിൽ ഇവിടെ പറയുണ്ടായി. അത് ഇന്നലെ അവിടുത്തെ ഒരു യുവജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളെന്ന രൂപത്തിൽ ചെർപ്പശ്ശേരി നഗരസഭയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബായ ഐപവർ വീട്ടിക്കാട് അവിടുത്തെ യുവാക്കൾ ഉൾപ്പെടെ ഇന്നലെ ചെർപ്പശ്ശേരിയിൽ വന്ന് ഒരു നിവേദനം തരികയും അവരുടെ സംസാരം സ്വന്തം വീടിനകത്ത് പോലും മനസ്സമാധാനമായി ജീവിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് നിലവിൽ വീട്ടിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഇനിയും അങ്ങോട്ട് ഭീകരമായ ഒരു കോറി വന്ന് അവിടുത്തെ സൗര ജീവിതം നഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ജനിച്ചു വീഴുന്ന നമ്മുടെ നാടിനകത്ത് വീടിനകത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും. പക്ഷേ ആ നാടിനകത്ത് നിലവിൽ തന്നെ ഇത്രയേറെ രൂക്ഷമായ ഒരു പ്രശ്നമുള്ള സ്ഥിതിക്ക് നമുക്ക് ചെർപ്പശ്ശേരി നഗരസഭ എന്നുള്ള നമ്മുടെ ഈ കൗൺസിൽ ഒന്നടങ്കം ഇതിന്റെ ഒരു സമ്മതം കൊടുക്കാതെ നമുക്ക് ഇത് മാറ്റിവെക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. കാരണം ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്കൊപ്പം മാത്രമാണ് എന്നും നമ്മൾ നിലകൊള്ളുന്നത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും എടുത്തു പറയാം. അല്ലാതെ വൈസർമാരെ ക്രോസ് ചെയ്തിട്ട് പറഞ്ഞ ചെയർപേഴ്സൺ പറഞ്ഞ നിലപാടിനോട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സംസാരമല്ല. ഇതില് ഇൻഫ്രയുടെ സർവേ നമ്പർ 85, ആ 85 ഇവിടെ നമ്മൾ അംഗീകരിച്ച് മാസ്റ്റർ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നമ്മൾ നേരത്തെ ജിത്തുവും അതേപോലെ തന്നെ മറ്റേ ഷമീറ ഗഫൂറും നേരത്തെ പറഞ്ഞ എല്ലാവരും പറഞ്ഞ അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നതിന്റെ ഗൗരവത്തിന് നമ്മൾ ഇപ്പോഴും പരിശോധിക്കുന്നില്ല. അവിടെ ആ കോറിയുടെ ഗൗരവം പരിശോധിക്കണമെങ്കിൽ അവിടെ റോഡിന്റെ അവസ്ഥയും നിലവിൽ കുട്ടികൾ കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രശ്നവും അവിടുത്തെ വിദ്യാർത്ഥികളോട് നേരത്തെ പറഞ്ഞ ക്ലബിലെ കുട്ടികൾ യുവജനങ്ങൾ ഒന്നാകുന്ന പരാതിയിൽ പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം? നിലവിൽ കോറി സ്ഥാപിച്ചുള്ള സർവേ നമ്പർ കൃത്യമാണോ എന്നുള്ളത് നമ്മൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് നേരത്തെയും പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മൾ അംഗീകരിച്ചു പോകുമ്പോൾ അവിടെ പുനഃപരിശോധനയ്ക്ക് കിട്ടുന്ന ഒരു അവസരം ഇല്ലാതാകുകയാണ്. അപ്പൊ യഥാർത്ഥത്തിലുണ്ട് നേരത്തെ വൈസർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെല്ലാവരും സബ് കമ്മിറ്റി ചേർന്ന് ഇരുന്ന്, പക്ഷെ ആ സബ് കമ്മിറ്റികളിൽ ഒന്നെന്തുണ്ട്, നമ്മൾ ഇതിന്റെ സർവേ നമ്പറുകൾ വെച്ച് നമ്മളത് ഫിസിക്കലി പോയി അവരുടെ കൈവശമുള്ളത് ഇന്ന സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചു എന്നുള്ളതാണ്. നമ്മൾ പുകമറ ഉണ്ടാക്കി നമ്മൾ ആർക്കും എന്തുണ്ട് ഇവിടെ ഒന്നും നേടിക്കൊടുക്കേണ്ടതല്ല. ആരും മടിയിൽ കനം വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ എന്തുണ്ട് അവിടെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഏതൊക്കെ സർവേ നമ്പറിൽ ഏതൊക്കെ പെട്ടിട്ടുണ്ടെന്നുള്ള അധികാരം നമുക്കുണ്ടല്ലോ. അത് ബോധ്യപ്പെടണമേ നമുക്ക്. ഏതെല്ലാം അപേക്ഷകൾ ഭാവിയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞു. ഇങ്ങനെ ആ പരാതിയുടെ കോപ്പി അദ്ദേഹം എടുത്തു കൊടുത്തു. ഞാൻ അപ്പോ അദ്ദേഹം അവിടെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് എഴുതി അത് സംരക്ഷിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടല്ല വരുന്നത്. പക്ഷേ അത് ഒരു നോട്ടീസും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഇനിയും വീടിന്റെ ഭാഗമായിട്ടാണെങ്കിലും പുരയിടങ്ങളാണെങ്കിലും മറ്റു ഭൂമികളാണെങ്കിലും ഒക്കെ എന്തുണ്ട് ആക്ഷേപങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആക്ഷേപങ്ങൾ നേരത്തെ
ഈ പറഞ്ഞ ഒരു കോറി കൊണ്ട്, ഇൻഫ്ര എന്ന് പറയുന്ന ആ ഒരു കോറി കൊണ്ട് ഇത്രയും അധികം ദുരിതം അവിടുത്തെ ജനങ്ങളും പ്രദേശവാസികളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സർവേ നമ്പർ, ആ കോറിയുടെ സർവേ നമ്പർ ആദ്യം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ മാത്രമാണ് ഈ മാസ്റ്റർ പ്ലാൻ അംഗീകാരമാവുള്ളൂ. മറ്റേത് നമ്മളത് ശരിവെച്ചു കൊടുക്കുകയാണ്. മറ്റേത് നമ്മൾ ഇൻഫ്രയുടെ സർവേ നമ്പർ ശരിവെച്ചിട്ടാണ് നമ്മൾ ഈ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് ഇന്നത്തെ കൗൺസിലിൽ പോകുന്നത്. അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇത് സാങ്കേതികമായി നമ്മൾ തീരുമാനിക്കണ്ട, ഇത് സാങ്കേതികമായി നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ട്, ഇതിന്റെ ഹയർ അതോറിറ്റി ജില്ലാ പ്ലാനിംഗ് ബോർഡിൽ ചർച്ച ചെയ്തുകൊണ്ട് അവിടുത്തെ സർവേ നമ്പറുകൾ കൃത്യമായി പരിശോധിച്ച് ലീഗൽ നടപടി ഏതൊക്കെയാണ് ചെയ്തത്. അങ്ങനെ അവിടുത്തെ പ്രദേശത്ത് കോറി പൂട്ടട്ടെ, ആ കോറി അവിടെ പൂട്ടണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നിലപാട് നമുക്ക് സ്വീകരിക്കാലോ. ഇപ്പൊ എത്ര എല്ലാവരും വളരെ വൈകാരിയോടുകൂടി സംസാരിക്കുമ്പോ അത്തരത്തിൽ വ്യാജ സർവേ നമ്പർ പെട്ട് അവിടെ കോറി അവിടെ പ്രവർത്തിക്കുമ്പോ ആ കോറിയുടെ പ്രവർത്തനം നിർത്താൻ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അത് പുനഃപരിശോധന വ്യക്തി ശക്തമായി ഈ കൗൺസിൽ അത് അംഗീകരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ഹയർ അതോറിറ്റി ഉണ്ട്, ജില്ലാ പ്ലാനിംഗ് ബോർഡ്, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉണ്ട്. സാങ്കേതിക പരിജ്ഞാനത്തോടു കൂടി ഇതിന്റെ സൂക്ഷ്മമായ എല്ലാ മൈന്യൂട്ടുകളും നമുക്കറിയാം. ഇതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ നമുക്കറിയില്ല. കഴിഞ്ഞൊരു ബോർഡിൽ അംഗമായിരുന്ന ആളാ ഞാനും. ആ ബോർഡിന്റെ ഒരു കുറവോ പോരായ്മ ഇവിടെ അല്ലേ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഭരണസമിതിയെ നമ്മൾ കുറച്ച് കാണിക്കല്ല. ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണം. അത് ഏത് സമയത്താണെങ്കിലും ഉണ്ട്. നമ്മൾ പല കേസുകളും സിവിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ വർഷങ്ങൾ എടുത്തിട്ട് അതിന്റെ വിധി ജഡ്ജ്മെന്റ് പ്രഖ്യാപിക്കുക. സ്വാഭാവികമായിട്ടും അത് കരുതിയിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇന്നൊരാൾ തൂക്കിക്കൊല്ലാൻ കഴിയോ? അപ്പൊ അത് അതിന്റെ സാവകാശം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇത് ഇൻഫ്രയുടെ കോറി പ്രവർത്തിക്കുന്ന സർവേ നമ്പർ ഉൾപ്പെടെ ആ വീട്ടിക്കാടൻ മലനിരകളിൽ ഭാവിയിൽ ഒരു കോറി വരാതിരിക്കുന്ന രീതിയിൽ അത് എല്ലാ സർവേ നമ്പറുകളും കൃത്യമായിക്കൊണ്ട് ഇപ്പോൾ ആരെങ്കിലും പറയാൻ കഴിയുമോ? എത്ര സർവേ നമ്പറുകൾ ഏതൊക്കെ തരത്തിലാണ് അവിടെ വീട്ടിക്കാടൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുമോ? നമുക്ക് പറയാൻ കഴിയില്ല. പറയാൻ കഴിയാത്ത ഒരാൾക്ക് അത് വിധി തീരുമാനിക്കാൻ അവകാശമില്ല. അതാണ് നമ്മൾ പറയുന്നത്. അത് പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് റെക്കോർഡ് വെച്ച് അതിന്റെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിന് ടെക്നിക്കൽ വിങ്, സാങ്കേതിക പരിജ്ഞാനമുള്ള ടെക്നിക്കൽ വിങ് വന്നത് ഒരു ക്ലാസ് എടുത്തുകൊണ്ട് മാത്രം ചില നീതി നിഷേധിക്കപ്പെടാൻ നമുക്ക് പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് എന്തിനാ നമുക്ക് തിടുക്കം? നമുക്ക് ആലോചിക്കാലോ. അതുകൊണ്ട് ഈ തീരുമാനം കൊണ്ട്, ഇന്നത്തെ കൗൺസിലിന്റെ തീരുമാനം കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എന്ത് നേടിയെടുക്കാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മമായ ഇതിന് നിയമപരമായിട്ടുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് ഇത് പരിശോധിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ദുസ്സാഹമായ സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഫ്രയുടെ സർവേ നമ്പർ ഉൾപ്പെടെ പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ പിന്നെ പത്രമാധ്യമങ്ങളിൽ നോട്ടീസ് പോലെ കെട്ടിയ സംഗതി അറിയിച്ചു. ഈ നേരത്ത് ആക്ഷേപകരുണ്ടെങ്കിൽ വരേണ്ടതാണ്. നമുക്ക് ഓരോ വ്യക്തികൾക്കും ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന നേരത്തെ ഓരോ വ്യക്തികൾ നോട്ടീസ് കൊടുക്കേണ്ട സംവിധാനം വേണ്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മസ്റ്ററിങ് കഴിയുക, ഞാൻ ഏത് ഡേറ്റ് മസ്റ്ററിങ് ചെയ്യാം. മസ്റ്ററിങ് കഴിഞ്ഞ ഒരാൾ പറയാം ഞാൻ പാവപ്പെട്ട എനിക്കും പെൻഷൻ മുടങ്ങും, മസ്റ്ററിങ് ഡേറ്റ് കൂട്ടി തരുന്നത് നടക്കില്ല. അതേപോലെ തന്നെ നമ്മൾ മറ്റേ റേഷൻ കാർഡ് മാറ്റുന്നത്, അതുപോലെ ഡേറ്റ് ഫിക്സ് ചെയ്താൽ അപേക്ഷകൾ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ കൊടുക്കാതെ കുറെ ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ മാറ്റി തരണമെന്നുള്ളത് ഒരു പിന്നെ യോജിക്കില്ല. എന്താണ് യോജിക്കില്ലാത്ത സംഗതിയാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ കോറിയുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് മാറ്റുമ്പോൾ നമ്മൾ പഴയ കോറി ഉണ്ട് അവിടെ, അവർ അനധികൃതമായിട്ട് നിർമ്മിക്കുന്നത്, അവർ അതിന് നടക്കുന്നത് ഇതിനും അത്തരത്തിലുള്ള അനുമതി കൊടുക്കുന്നതിന് പറയാം. ജയമാഷ് പറഞ്ഞാൽ അത് പരിശോധിച്ചാൽ ഇങ്ങോട്ട് മാറ്റുന്നതല്ലാണ്ട് പുതിയൊരു സംഭവം അഗ്രികൾച്ചർ സോണിൽ നിന്നും പിന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ മാറ്റുന്നതിന് 100% ഞാൻ എതിർക്കുകയാണ്. ഒരു കാരണവശാലും മറ്റൊരു കോറിയുടെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തീരുമാനം നമ്മുടെ നഗരസഭാ കൗൺസിലിൽ നിന്ന് ഉണ്ടാവരുതെന്ന് വളരെ വിനയതോടെ ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥന. പാവപ്പെട്ട ജനങ്ങളെ പ്രയാസപ്പെടുന്ന തീരുമാനം നമ്മുടെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഉണ്ടാവരുതെന്ന് ചെയർപേഴ്സൺ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നില്ല. കാരണം ജനങ്ങളുടെ പക്ഷത്താണ് ഈ നഗരസഭ, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക നമുക്ക് ഭീതി ഉളവാക്കും. ഇപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ആശങ്കയാണ്. ഇനിയും ഒരു കോറി വരുമോ എന്നുള്ള ആശങ്കയാണ്. എന്നാൽ മറ്റേ ഒരാൾക്ക് നീതി കിട്ടണം എന്നുള്ളത് വേറെ വശം. അതിനുവേണ്ടിയാണ് നമ്മളിതെല്ലാം 1ഉം 2ഉം കമ്മിറ്റികൾക്കൊക്കെ നീട്ടിപ്പോയത്. പക്ഷേ ഇന്ന് നഗരസഭ എടുക്കുന്ന നഗരസഭയുടെ തീരുമാനം നിലവിൽ മാസ്റ്റർ പ്ലാനിൽ എന്താണോ കിടക്കുന്നുണ്ടെങ്കിൽ അത് അതേപടി തൽസ്ഥിതിക്കുക. ഇദ്ദേഹത്തിന് നീതി കിട്ടാൻ, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ഉന്നത നീതിപീഠത്തിലേക്ക് പോകാം, സർക്കാരിലേക്ക് പോകാം. അപ്പോൾ അതിനും എന്ത് വേണം? ഇതൊരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ഈ തീരുമാനം നീട്ടുന്നില്ല എന്ന് പറയും. ഞാനാണെങ്കിലും നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയും,
അവരോടൊപ്പമാണ് ഈ നഗരസഭയുടെ ഭരണസമിതി. അതുകൊണ്ടാണ് ഈ തീരുമാനം എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട സമീജ് പറഞ്ഞ പോലെ തന്നെ പലർക്കും അവിടെ നീതികേട് കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ അറിയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഈ മാസ്റ്റർ പ്ലാനിന്റെ ഓരോ സെക്ഷനും ഓരോ വിഷയങ്ങളും നമ്മൾ അതിനെല്ലാം നീണ്ട ദിവസങ്ങൾ കൊടുത്ത് എല്ലാം പരസ്യപ്പെടുത്തി ഇതിനൊക്കെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, അതിലൂടെ ഒക്കെ വന്നതാണ്. പിന്നെയും അതെല്ലാം കിട്ടുന്നില്ല എന്ന് വരുമ്പോഴാണ് നമുക്കൊരു പ്രയാസം വരുന്നത്. അവിടെ വന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവസാനത്തെ പ്രശ്നമാണ് ഈ പ്രശ്നം വന്നത്. അതും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി നേരത്തെ പറഞ്ഞ ശ്രീനിവാസനും അവിടെ ആർക്കും ഉണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടാനുള്ള ഏർപ്പാടുകൾ അവർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാം എന്നാ പറയുന്ന ഒരു കാര്യം ഉറപ്പാണ്. അവിടെ ഡ്രൈ അവിടെ മുഴുവൻ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളുമുള്ള ഒരു പ്രദേശമാണ്, അഗ്രികൾച്ചർ അല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതി അതിൽ ആ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോയിട്ട് എന്നതാണ് എനിക്ക് ഒരു ദുരൂഹതയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഇതിന്റെ തീരുമാനം പറയാം. ഗ്രാനൈറ്റ്സിന്റെ സർവേ നമ്പർ ശരിയാണോ എന്നുകൂടി നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടി തീരുമാനിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മതിയായ രേഖകളുണ്ടോ, ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് സർവേ നമ്പർ മുഖേന നമുക്ക് പരിശോധിച്ചിട്ട് അതോടൊപ്പം നമ്മൾ ഈ ഒരു അനുമതി നൽകുന്നില്ല എന്നുകൂടി. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പളശ്ശേരി.